മകം, പൂരം, ഉത്രം, പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം 25-ാം തീയതി വ്യാഴാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് ജ്യോതിഷപരമായി ഉണ്ടാകുവാൻ പോകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്നത് വളരെ വലിയ മാറ്റങ്ങളായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ചില കാര്യതടസ്സങ്ങളും കൊണ്ട് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നിലനിൽക്കുന്നത് വളരെ വലിയ അനിശ്ചിതത്വങ്ങളാണ്. മാത്രമല്ല, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളെയാണ് തരണം ചെയ്യേണ്ടി വരിക എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു എത്തും പിടിയുമില്ല എന്നതാണ് സത്യം. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ്. മാത്രമല്ല, അവ നിങ്ങളുടെ ജീവിതത്തിൽ അച്ചിട്ടായി നടക്കുവാൻ പോകുന്നവയുമാണ്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സെപ്റ്റംബർ 25-ാം തീയതി ഈ 9 നക്ഷത്രക്കാർക്കും സിദ്ധിക്കുവാൻ പോകുന്നത് നീചഭംഗ രാജയോഗമാണ്. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു രാജയോഗം ഇല്ലെന്ന് തന്നെ പറയാം. കാരണം നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന എന്തൊരു നെഗറ്റീവ് ശക്തിയായിരുന്നാലും അതെല്ലാം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമതായി സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച നീചഭംഗ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളുടെ ഭാഗ്യസമയം ആണെന്ന് തന്നെ പറയാം. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിയിൽ പിറന്ന 3 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഇനി ജീവിതത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ള ചോദ്യചിഹ്നങ്ങളും വളരെയധികമാണ് നിലനിൽക്കുന്നത്. കാരണം നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം നിങ്ങൾക്ക് കാര്യതടസ്സങ്ങളും പരാജയങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുമായിരുന്നു ഇതുവരെ കാണേണ്ടി വന്നിരുന്നത്. പലരും ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം സമയങ്ങളിലും നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളുമല്ലാതെ ഒരു വിധത്തിലുള്ള മുന്നേറ്റവും ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ നീചഭംഗ രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന എല്ലാ ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ വിട്ടകലും എന്നുള്ളതാണ് ഫലത്തിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരികയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശത്രുദോഷം കൊണ്ട് പൊറുതിമുട്ടി ശത്രുക്കളുടെ ഉപദ്രവത്താൽ ജീവിതം തന്നെ മരവിച്ച അവസ്ഥ അനുഭവിക്കുന്ന ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ
ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച വരുവാൻ പോകുന്നു എന്ന് കണ്ടാൽ അതിന് തടയിടുവാനുള്ള വ്യക്തികൾ മാത്രമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതുകൂടാതെ തന്നെ മാനസികമായി നിങ്ങളെ തളർത്തുകയും പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനം തല്ലിക്കെടുത്തുകയും ചെയ്യുവാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ നീചഭംഗ രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ശത്രുദോഷം അകലുകയും നിങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സമയമായിരിക്കും വരുവാൻ പോകുന്നത്. ശത്രുദോഷം നിങ്ങളിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരു പച്ചപ്പ് കാണുമെന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. അതായത് എന്തൊക്കെ തരത്തിലുള്ള കാര്യതടസ്സങ്ങളാണ് നിങ്ങൾ നേരിട്ടിരുന്നത് എങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയും എന്നതിൽ സംശയമേ വേണ്ട. ഇനി അതുപോലെ തന്നെ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കർമ്മമേഖലയിലും വളരെ മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന സമയമാണിത്. അതിനാൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ ആ ഒരു കാര്യം ഏറ്റെടുക്കാവുന്നതാണ്. തീർച്ചയായും അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങളാൽ കഴിയും. ഇനി അതുപോലെ തന്നെ ഭാവിയിലെ ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചില തുകകൾ ആവശ്യമുണ്ടെങ്കിലും അത് കണ്ടെത്തുവാനുള്ള വഴി ഒന്നും തന്നെ മുൻപിൽ തെളിയാത്ത സാഹചര്യങ്ങളിൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയെ മറികടക്കുവാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയുകയും നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ചിങ്ങം രാശിക്കാരിൽ നിന്ന് അകലുകയും വളരെ ഗുണകരമായ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഈ നീചഭംഗ രാജയോഗത്താൽ വരുവാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ധനം, ജോലി, ജീവിതം അങ്ങനെ എല്ലാ മേഖലകളിലും തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത്. ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യസമയമായിട്ടാണ് ഈ രാജയോഗം തെളിയുന്ന സമയം കണക്കാക്കപ്പെടുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച നീചഭംഗ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികൾക്കും ജീവിതത്തിൽ വളരെയധികം മനപ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നിരന്തരം ജീവിതത്തിൽ മാറി മാറി ഓരോരോ പ്രശ്നങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ മനസമാധാനം എന്താണെന്ന് അറിഞ്ഞവർ വളരെ ചുരുക്കമാണ്. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കുറച്ച് മനസമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം വ്യക്തികളും. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഉയർച്ചകളും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇനി വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ നീചഭംഗ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ പശ്ചാത്തലത്തിലും ജീവിത മേഖലകളിലുമായിരിക്കും വളരെയധികം മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം വളരെയധികം പ്രശ്നങ്ങളും സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങളും അനുഭവിച്ചു വന്നിരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും. പ്രത്യേകിച്ച് കുടുംബ കലഹങ്ങളും
മനസമാധാനക്കേടുകളും നിലനിന്നിരുന്ന കുടുംബങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ പോലും ആ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും കുടുംബത്തിലുള്ളവർ തമ്മിൽ പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്യുവാൻ തുടങ്ങുന്ന സമയമാണ് ഇത്. ഒപ്പം തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിലും വളരെ ശുഭകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിലനിന്നിരുന്ന മാനസിക സംഘർഷം ഇല്ലാതാവുകയും കൂടുതൽ മനസമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇനി ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ സെപ്റ്റംബർ മാസം 25-ാം തീയതി വ്യാഴാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ ആദ്യമായി തുടക്കം കുറിക്കുവാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടിരുന്നത് എങ്കിലും അതെല്ലാം അപ്രത്യക്ഷമാവുകയും നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ രാജയോഗം നിങ്ങൾക്ക് നൽകുന്നത്. ഇനി കർക്കിടകം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എടുത്തു നോക്കിയാലും ഈ സെപ്റ്റംബർ 25-ാം തീയതി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയാണ്. പല രോഗാവസ്ഥയിലൂടെയും പോയിക്കൊണ്ടിരുന്ന കർക്കിടകം രാശിക്കാർക്ക് പോലും ആരോഗ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ സമയമായിരിക്കും ഇത്. ഇതിൽ നിന്നും ഏറ്റവും പ്രധാനമായി ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വന്തമായി വീട് വാങ്ങുവാനും നിങ്ങളുടെ സ്വപ്നങ്ങൾ സ്വന്തമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില നിയമപരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും ഈ ഒരു ദിവസം കഴിയും. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. ഇനി മൂന്നാമതായി ഈ നീചഭംഗ രാജയോഗം സിദ്ധിക്കുന്നതോടെ ഈ സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ ചെറുതും വലുതുമായ വളരെ പ്രാധാന്യമറിയിക്കുന്ന മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഈ രാജയോഗം നിങ്ങളിൽ സിദ്ധിക്കുന്നത്. ഈ രാജയോഗം നിങ്ങൾക്ക് മഹാഭാഗ്യമായാണ് വരുന്നത് എങ്കിലും ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള അവസ്ഥ എടുത്തു നോക്കുമ്പോൾ പല തുലാം രാശിക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചയും മറ്റ് പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഓരോ പ്രശ്നങ്ങളെയും ജീവിതത്തിൽ നേരിട്ട് ഇപ്പോൾ ജീവിതം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പലരും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നീചഭംഗ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന മാറ്റങ്ങൾ പലതും നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചതും നിങ്ങൾ അത്രയധികം ഭഗവാനോട് അപേക്ഷിച്ചതുമായിരിക്കും. കാരണം ഒരിക്കലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളുമാണ് ഈ ഭാഗ്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ 25-ാം തീയതി വ്യാഴാഴ്ച തുലാം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില ധനവരവുകൾ ഉണ്ടാവുകയും നിങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ അടിസ്ഥാനത്തിന് തന്നെ ഒരു ഉന്നമനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരികയും ചെയ്യും. മാത്രമല്ല, ഈ ഒരു ദിവസം ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള യോഗങ്ങൾ വരെ തുലാം രാശിക്കാർക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ മാനസിക സ്ഥിതിയെപ്പറ്റിയും പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം ഈ നീചഭംഗ രാജയോഗം സിദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി വളരെയധികം പോസിറ്റീവ് ചിന്താഗതി ഉണ്ടാവുകയും
എല്ലാ കാര്യങ്ങളെയും ഏറ്റവും പോസിറ്റീവായി കാണുവാൻ കഴിയുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ ചില വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന തുലാം രാശിക്കാർക്കൊക്കെ ഈ സെപ്റ്റംബർ 25 വ്യാഴാഴ്ച നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരുന്ന അനുഭവങ്ങളുണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും എന്ന് മാത്രമല്ല, ഏറ്റവും മംഗളകരമായി നിങ്ങളുടെ വിവാഹം നടത്തുവാനുള്ള എല്ലാ സാമ്പത്തിക വഴികളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പോവുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് തുലാം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾക്ക് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില ഗുണകരമായ കാര്യങ്ങൾ കണ്ട് വളരെയധികം സന്തോഷിക്കുവാനും മക്കൾക്ക് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുവാനും ഈ ഒരു സമയത്ത് യോഗം കാണും. എന്തുകൊണ്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് നിലനിന്നിരുന്ന പ്രതിസന്ധികളെക്കാൾ ഉപരി ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ നീചഭംഗ രാജയോഗം നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.